സാഹചര്യം മൂലം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് എന്നാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചോടെ വന്ന നമ്മുടെ കൗൺസിലർ, രക്ഷിതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, റെസിഡൻസ് ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ പരിപാടി. ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു, ജീവൻ പകരാനൊരു വായു, അടിവചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു. ഈശോ ഈശ്വരനല്ലാഹു തിരുനാമത്തിൻ പര്യായം, തിരുനാമത്തിൻ പര്യായം. ഇന്ത്യ ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സത്യം മാത്രം പറയുക, നന്മ മാത്രം ചെയ്യുക, ലക്ഷ്മിടുക്കരാവുക. നമുക്ക് പതാക വെക്കുന്നതിന് വേണ്ടിയിട്ട് विजयी विश्व तिरंगा प्यारा, झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा, सदा शक्ति संसारने वाला, प्रेम सुधा संसारने वाला, वीरों को हंसाने वाला. കെട്ടിയത് കയറ് അത് കഴിഞ്ഞില്ല. സല്യൂട്ട് കൊടുക്കൂലേ എല്ലാരും? ഫ്ലാഗ് സല്യൂട്ട്, ഫ്ലാഗ് സല്യൂട്ട്, ഫ്ലാഗ് സല്യൂട്ട്. ഇന്ത്യ എന്റെ രാജ്യം പാടിയാ. എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജയരാജ്യം, അമ്മയായ നാട് നന്മയാക നാട്, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ, സ്വർഗമാക്കും നിന്നെ. ഒന്നൂടി പറയും. ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം, അമ്മയായ നാട് നന്മയാക നാട്, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. കുറച്ച് തരില്ല മിണ്ടാത്തുണ്ടാ മൂവർണ്ണപ്പൊടി പാടും. കൊടിയല്ലേ മേലെ കൊങ്കുമനിറമാണ്, താഴെ കാണും പച്ചനിറം, ഇടയിൽ വെള്ള നടുക്കായി, തികവിൽ ചക്രവുമുണ്ടല്ലോ, സാദരമീ കൊടിയെ കാണും പച്ചനിറം, ഇടയിൽ വെള്ള നടുക്കായി, തികവിൽ ചക്രവുമുണ്ടല്ലോ, സാദരമീ കൊടിയെ കാക്കുക ഭാരതമാതാവേ. കിട്ടിയോ? ദേവി, രമേശൻ, അതുപോലെ മറ്റു രക്ഷിതാക്കളെ നമസ്കാരം. നമ്മളിന്ന് 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാണ്. നമ്മൾ ഈ അവസരത്തിൽ 79 വർഷം മുന്നേ
നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവനും ജീവിതവും ബലിയർപ്പിച്ച ആളുകളെ പറ്റി നമ്മളിപ്പോൾ അവരെ ജീവത്യാഗം കൊണ്ടാണ് നമ്മളിന്നിപ്പോൾ അവർക്ക് കഴിയാത്ത ആഘോഷം നമ്മളിന്നിപ്പോൾ ആഘോഷിക്കുന്നത്. ഈ ആഘോഷം ആഘോഷിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഗാന്ധിജി, നെഹ്റു, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗിനൊക്കെ ഒരു 30 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെ ഇടയിലാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. അത്രയും ക്രൂരമായ രീതിയിൽ നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അവർ തൂക്കിക്കൊന്നു, വെടിവെച്ച് കൊന്ന്. പഞ്ചാബ് ജാലിയൻ വാലാ ബാഗിൽ 4 ഭാഗം മതിലുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ സ്ഥലത്ത് വാതിലിന്റെ പഴുതിലൂടെ അവിടെ കൂടിയ മുഴുവൻ ആളുകളെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആ വെടിവെച്ച് കൊന്ന മരണപ്പെട്ട ആ ചോര വീണ മണ്ണ്, ഭഗത് സിംഗ് ചെറിയ കുട്ടിയാണ്, ആ മണ്ണ് കൈകൊണ്ട് വാരിയെടുത്ത് സ്വന്തം പൂജാമുറിയിൽ വെച്ച് പൂജിച്ച് ആ ഭഗത് സിംഗിന്റെ അമ്മ എന്താണ് ഈ ചോര ആരതാണ്, എന്തിനു വേണ്ടി ഇവരെ ചോര അവിടെ മണ്ണിൽ ഒഴുക്കേണ്ടി വന്ന്, അവരെ എത്ര ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന്, എന്തിനു വേണ്ടി? സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി. ആ ഒരു സന്ദേശത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഭഗത് സിംഗ്. അദ്ദേഹത്തിന്റെ ധീരമായ വിപ്ലവ പോരാട്ടാണ് ശരിക്ക് നോക്കിയാൽ ബ്രിട്ടീഷുകാരെ കൂടിയിട്ടാണ് നമ്മളെ നാട്ടിലെ വികസനങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഒരു റോഡായാലും ശരി, ഒരു ലൈറ്റ് ആയാലും ശരി, അതേപോലെ ഒരു കുടുംബത്തിനുള്ള വീടായാലും ശരി, എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കൂട്ടായ്മയോട് കൂടി ഒരു ആപത്ത് വരുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിനെ പറ്റിയും ഭാര്യനെ പറ്റിയും മാത്രം ചിന്തിക്കാതെ നമ്മളെ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഒരു കുടുംബമാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി എല്ലാ പ്രവർത്തനത്തിലും ഇവിടുത്തെ ആളുകൾ വളരെയധികം നമ്മളെ ഈ 8ാം ഡിവിഷനിലുള്ള ജനങ്ങൾ മുഴുവൻ ഒരു കൂട്ടായ്മ. അപ്പോൾ നമുക്കറിയാം, പെട്ടെന്നൊരു കുടുംബത്തിൻ്റെ ഒരു ആപത്ത് നമ്മളെ പ്രദേശത്ത് ഇപ്പോൾ വന്ന് ഇവിടുത്തെ കുടുംബശ്രീ മുഴുവൻ അത് ഏറ്റെടുത്ത് സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കാനും ജീവൻ രക്ഷിക്കാനും വേണ്ടി ഈ കുടുംബശ്രീയിലുള്ള മുഴുവൻ ആളുകളും അതിന് തയ്യാറായി. അതുകൂടാതെ കുറെ ആളുകൾ ഇപ്പോഴും ആ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം, നമ്മളെ രക്ഷിതാക്കള് കൊടുക്കേണ്ട സന്ദേശം, നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ആളുകളെ ജീവിതം നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മളെ രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന ആളുകളൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ജീവചരിത്രം പഠിച്ചിട്ട് അതിന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ അറിയപ്പെടുന്ന ആളുകളായി മാറിയതാണ്. അല്ലാതെ ഓരോ കുടുംബത്തിനെ പറ്റി ചിന്തിച്ച് മാത്രം ജീവിച്ചിട്ടുണ്ടല്ല. നമ്മളെ കുടുംബത്തിനെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു കാര്യം നടക്കൂല. എല്ലാവരും എന്റെ ഭാര്യ, എന്റെ കുട്ടികൾ, എന്റെ വീട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ നാടിന്റെ ഒരു വികസനം നടക്കൂല. അപ്പോ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. നമ്മളെ കുട്ടികൾക്ക് നമ്മളെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി നമ്മൾ അമ്മമാരും അച്ഛനെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ നമ്മളെ രാജ്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ ചുറ്റുഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഒരു വികസന കാര്യം ഉണ്ടെങ്കിലും ഇവരൊന്നും തന്നെ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ നമ്മളെ രാജ്യത്തിന് വേണ്ടി മരണമടഞ്ഞ മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ജയ് ഹിന്ദ് അങ്കണവാടി 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയി തീരുമാനമെടുത്ത് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കാന്നുള്ളത് കൊടുത്ത് അത് ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന വേറെ ഗിരിജേച്ചിയൊക്കെ ഉണ്ട്. ഇതിൽ പങ്കെടുക്കാനും ചെയ്യാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഇതിനേക്കാൾ വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുന്നുംപുറത്തൊരു അംഗനവാടി ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നോട് ചോദിച്ചു അവിടേക്ക് പോകണില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ റെസിഡൻസിൻ്റെ ഇതിൽ അതിനെക്കൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നതാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നതിൽ അവിടെ പോകാത്തതിലും സങ്കടമുണ്ട്. ഇവിടെ വന്നതിൽ കൂടുതൽ സന്തോഷം. കുട്ടികളെ കൂടെ നിൽക്കാനും ചെയ്യാനൊക്കെ കഴിഞ്ഞതിൽ ഞാൻ
ധ്വനിയാ നോക്ക് ഹായ് പറഞ്ഞ ആ നല്ല കുട്ടികൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾസ് ഒക്കെ ഹായ് പറയും ഇതെന്താ ഹായ് പറയാത്താറ് ഞാനുണ്ട് എന്ത് വെച്ചത്